സരിപോദ ശനിവാരം എന്ന തെലുങ്ക് സിനിമ. പേര് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? എൻ്റെ ധാരണ പ്രകാരം കറക്റ്റാണ്, തെറ്റാണെങ്കിൽ തിരുത്തുക. അപ്പോൾ ഈ സിനിമ മലയാളത്തിലും തമിഴിലും ഡബ് ചെയ്ത് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. തെലുങ്ക് ഒറിജിനൽ വേർഷനും നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പം മലയാളവും തമിഴുമായിട്ട് വന്നപ്പോൾ സൂര്യാസ് സാറ്റർഡേ എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിനിമ ബുക്ക് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് കറക്റ്റായിട്ടൊന്ന് നോക്കുക ഏതാണ് എന്നുള്ളത്. കാരണം ഇന്നലെ രാത്രി ഞാൻ തെലുങ്ക് വേർഷൻ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അവിടെ ഓൾറെഡി മലയാളമാണെന്ന് കരുതി ബുക്ക് ചെയ്ത 2 പേരുണ്ടായിരുന്നു. അവരെന്തുകൊണ്ടാണെന്നറിയില്ല, ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയി. ഒരുപക്ഷെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം, എങ്കിലും അവിടെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒറിജിനൽ ലാംഗ്വേജിൽ സിനിമ കണ്ടു. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നാനി, എസ് ജെ സൂര്യ, ഇവർ രണ്ടുപേരും ഈ സിനിമയിലുണ്ട് എന്നുള്ളതും പിന്നെ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊള്ളാം, അടിപൊളിയാണല്ലോ എന്നൊരു ഫീലൊക്കെ തോന്നി. അങ്ങനെയാണ് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായി തിയേറ്ററിൽ കാണുന്ന തെലുങ്ക് സിനിമ നാനിയുടെയാണ്. പക്ഷെ അത് നാനിക്ക് വേണ്ടി പോയതല്ല, രാജമൗലിക്ക് വേണ്ടി പോയതാണ്. ഈഗ എന്നാണ് സിനിമയുടെ പേര്. ഈച്ച എന്നുള്ള പേരിലാണ് മലയാളത്തിൽ അത് റിലീസായത്. അതിൽ പേരിന് കുറച്ച് ഭാഗത്തെ നാനി ഉള്ളെങ്കിൽ പോലും ഉള്ളതിൽ ഒരു രസം ഉണ്ടായിരുന്നു, ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. എന്താ അതിന് പറയുക, ചാമിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നല്ല രസമാണ് പുള്ളീനെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ. അദ്ദേഹത്തിൻ്റെ വേറെയും സിനിമകൾ ഞാൻ കണ്ടു. പക്ഷേ നസ്രിയയുടെ കൂടെ ഒരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സിനിമ ഇതുവരെ മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്തോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നാനിയുടെ ഒരു സ്റ്റൈല്, അയാളുടെ ഒരു പ്രസൻറ്റേഷൻ, അയാളുടെ ഒരു ചാം, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനെ നല്ലോണം ഉപയോഗിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ പെർഫോമേഴ്സാണ്. അതിലൊന്ന് നാനി, ഞാൻ പറഞ്ഞല്ലോ, നല്ല രസമാണ് അയാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അയാളുടെ ക്യൂട്ട്നെസ്, അയാളുടെ രസമുള്ള കുറേ കാര്യങ്ങൾ, അയാളുടെ ഡയലോഗ് ഡെലിവറി, ഇതൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത തെലുങ്ക് സംസാരിക്കുന്ന ഒരു ക്രൗഡിനോടൊപ്പം ഇരുന്നാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോൾ പുള്ളിയുടെ ഓരോ കൗണ്ടറിനും ഫുൾ ക്ലാപ്പൊക്കെ ആയിട്ട് നല്ല രസത്തിലൊരു ഓളത്തിൽ അത് പോയി. അതുപോലെ തന്നെ എസ് ജെ സൂര്യ, അങ്ങേര് നമ്മൾ എവിടെ കൊണ്ടിട്ടാലും തിളങ്ങുന്ന ഒരു രത്നക്കല്ല് എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഏത് ഭാഷയിൽ ഏത് ടൈപ്പ് ക്യാരക്ടർ ഇട്ടാലും എവിടെയൊക്കെയോ മറ്റേ വന്ത സുട്ട സത്ത റിപ്പീറ്റ് ഫീല് തോന്നിയിരുന്നെങ്കിൽ പോലും അത് ഭയങ്കര രസമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ്. ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു ട്വിസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്. ആ സാധനത്തിൽ പുള്ളി കൊടുത്ത എക്സ്പ്രഷൻ, പുള്ളിയുടെ ചേട്ടനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഒരേ സമയം നമുക്ക് കൊള്ളാലോ ഈ മനുഷ്യൻ എന്ന് പറയുന്ന പോലത്തെ അങ്ങേരുടെ പെർഫോമൻസിന് ഇഷ്ടപ്പെടുകയും എന്നാൽ അതേസമയം ആ ക്യാരക്ടറിൻ്റെ ക്രൂരത എന്താണ്, ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഹെയ്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിൽ പുള്ളി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ നായിക പ്രിയങ്ക, അവർ ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ക്യൂട്ടായിട്ടിരിക്കുക, നായകന് ഇടയ്ക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഭയങ്കരമായ സംഭവം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത് ഫലിപ്പിക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളത് പുള്ളിക്കാരി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഈ സിനിമയിൽ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് വരുന്ന ആളുകൾ, ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഒരു ചേരി പ്രദേശമൊക്കെ കാണിക്കുന്നുണ്ട്, അവിടെ വരുന്ന ആളുകൾ, ഇവരൊക്കെ ഏതൊക്കെയോ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെയൊക്കെ അവർ നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാസ് മസാല പടത്തിൻ്റെതായിട്ടുള്ള എലമെൻറ്റുകളുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു രസത്തിൽ, ഒരു ഓളത്തിൽ സിനിമ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ പോസിറ്റീവ്, അതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്, സിനിമയിൽ എന്നെ ഗ്രിപ്പ് ചെയ്ത് നിർത്തിയത്. ഈ സിനിമയിൽ നമ്മുടെ നായകൻ എന്ന് പറയുന്നത് ബാക്കി മറ്റേ സൂപ്പർമാന് എല്ലാം കേൾക്കാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും, മറ്റേ തീ പറത്താൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലത്തെ കഴിവുകളുള്ളതിനെ അമ്മയാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടി അയാളെ പ്രിപ്പയർ ചെയ്യുന്നത് അമ്മയാണ്. ഈ സിനിമയിലും ഒരു അമ്മയുണ്ട്. തുടക്കത്തിൽ എനിക്ക് കണ്ടപ്പോൾ അവിടത്തൊക്കെ എടുത്ത പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ട്രോളബിൾ എലമെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ വളരെയധികം അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഈ സിനിമയിലെ നായകൻ ലോജിക്കില്ലാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിനൊരു ലോജിക്ക് ഉണ്ടെന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച് അതിനെ അംഗീകരിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അമ്മ എന്ന് പറയുന്ന ഒരു ഇമോഷൻ കൊണ്ടുവന്നിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ പാസമാവാതെ അമ്മയെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് അവതരിപ്പിച്ചിരിക്കുന്നത് ആക്ടർ അഭിരാമിയാണ്. അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, അവരിങ്ങനെ ചിരിക്കുക, സ്നേഹത്തോടെ നോക്കുക, തലോടുക, മകനോടുള്ള സംസാരം, ഇതൊക്കെയാണ്. പക്ഷേ അതിനെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനേത്രി നന്നായി അത് ചെയ്തിട്ടുണ്ട്. അതിനെ നന്നായി ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഫീൽ അങ്ങനെയുണ്ട്. ആൻഡ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാര്യം, എല്ലാവരും പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാലിഡ് പോയിന്റ് തന്നെയാണ് അവർ പറയുന്നത്. അത് നമുക്ക് അവസാനത്തേക്ക് വെക്കാം. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. അത്യാവശ്യം രസമായിട്ട് തന്നെ ഇത്തരമൊരു സിനിമ, ഇതിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അതുപോലെ ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. നല്ല രസമായിട്ട് അതിൻ്റെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്. സിനിമ തുടങ്ങിയപ്പോൾ മുതൽ നല്ല രസമുണ്ട്, നല്ല ജിൽ എന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ചില സീനുകൾ നമുക്ക് അത്ര ഭയങ്കര സംഭവമായിട്ട് തോന്നില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഇതിലെ ഫൈറ്റ് സീക്വൻസുകൾ വരുമ്പോൾ, ഞാനിപ്പോൾ മിഡിൽ ക്ലാസ് ബൈ സിനിമ കണ്ട സമയത്ത് അതിനകത്താണെങ്കിലും ആ ഇടിയൊക്കെ നല്ല ഇടിയാണ്, നല്ല പഞ്ച് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇവിടെ എന്തോ എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയില്ല. ഇയാൾ ശനിയാഴ്ച മാത്രം കാത്തിരുന്ന് ഇടിക്കുന്ന ഒരാൾ. അപ്പോൾ ആ ഇടി എന്ന് പറയുമ്പോൾ അത് കുറേയും കൂടി ചിലപ്പോൾ നമ്മൾ ഈ മറ്റ് ആക്ഷൻ സിനിമകളൊക്കെ ഒരുപാട് ഈ അടുത്ത് വന്നിട്ടുള്ള ഗംഭീര ആക്ഷൻ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും ഇതിൽ ഇടിയൊന്നും അത്ര അങ്ങോട്ട് ആവുന്നില്ല. മാത്രമല്ല ഒരു തെലുങ്ക് സിനിമയിൽ
നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കും. അതിൻ്റെ ആ ഒരു പഞ്ച് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇടിച്ച രീതി ശരിയായില്ലെന്നോ എന്നൊന്നുമല്ല, ആ ഇടി വിഷ്വലി അവർ അത്ര അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്ന് ഇതിനെ അങ്ങോട്ട് പെരുപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നായകൻ്റെ ആ കലിപ്പ് മോഡ് ഓണാകുമ്പോഴുള്ള സ്കോർ വരുന്നത് അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അടിപൊളിയുണ്ടല്ലോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് എന്തായാലും റിവ്യൂ പറയുമ്പോൾ മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരാ, നമ്മുടെ സ്വന്തം ആളാണ്, ജേക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എന്ന് വെച്ചാൽ ആ സിനിമയിൽ ആ പഞ്ച് ഫീൽ ചെയ്യാത്തടുത്ത് പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് എൻഗേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മൊത്തം കഥയുടെ കാര്യം പറയുമ്പോഴാണ് ഒരു വൻ സംഭവമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നായകൻ ഒരു ലോജിക്ലെസ് കാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ലോജിക്കിനെ നമ്മളെ ഇഷ്ടപ്പെടുത്തി എടുക്കുന്നുണ്ട് സിനിമ. പക്ഷേ എവിടെയൊക്കെയോ ഈ പറയുന്ന ഫൈറ്റിൽ എനിക്ക് അത്ര ഒരു തൃപ്തി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ എസ്.ജെ. സൂര്യയാണ് സിനിമയെ സേവ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് മനസ്സിലായി ക്യാറ്റ് ഏതാണ് മൗസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇവരുടെ ഈ ഒരു ഗെയിം പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പോലും എസ്.ജെ. സൂര്യയുടെ പെർഫോമൻസിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു തൃപ്തിയായില്ല. അതായത് തിയേറ്ററിൽ ഈ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഞാനൊരു ഇടിവെട്ട് പടമാണ് ഞാൻ കാണാൻ പോകുന്നത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഫീലോടുകൂടി ഇറങ്ങി വരാൻ പറ്റുന്നില്ല. തൃപ്തിയാണ്, കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാം, അതിലങ്ങനെ വലിയ നഷ്ടമൊന്നുമില്ല. ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു എന്നുള്ളത്, എൻ്റെ സമയം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന തോന്നലൊന്നുമില്ല. പക്ഷേ കുറച്ചും കൂടി വേണമായിരുന്നു. കുറച്ചും കൂടി എന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഈ സിനിമ നിങ്ങൾ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു നാനി ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കുറേ എലമെൻറ്റുകളുണ്ട്. എസ്.ജെ. സൂര്യയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സിനിമയ്ക്ക് പോകാം. പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ ഒരു മൊത്തത്തിലൊരു ഓളത്തിൽ കണ്ടുപോകാം. പിന്നെ ഇതിൽ നായകൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞെന്ന് അത് ചിലപ്പോൾ ഒരു സ്പോയിലർ ആയേക്കാം. അതുകൊണ്ട് ഇല്ല, അങ്ങനെ സ്പോയിലർ ആവേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നിങ്ങൾ ഇവിടം വരെ കണ്ടിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാവുന്നതാണ്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് തീരുമാനമെടുക്കാൻ ഒരു സഹായമായിരിക്കും. ഇതൊരു സ്പോയിലർ അല്ലെങ്കിൽ പോലും ഞാനൊരു സ്പോയിലിംഗ് എലമെൻറ്റ് വെച്ചിട്ട് തന്നെ പറയുകയാണ്. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഉടൻ തൊട്ട് ഇനി അങ്ങോട്ട് കാണണമെന്ന് നിർബന്ധമില്ല. ഈ സിനിമയിൽ നായകൻ്റെ അമ്മ, പുള്ളിക്കാരി അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ദേഷ്യം വരുമ്പോൾ നീ അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ ആഴ്ചയിലെ 6 ദിവസം നീ എഴുതിക്കൊണ്ടേയിരിക്കുക. 6 ദിവസം കഴിഞ്ഞ്, അപ്പോൾ ദേഷ്യം വരുമ്പോൾ അപ്പം പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാനോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല. ദേഷ്യം തോന്നുമ്പോൾ അത് എഴുതി വെക്കുക. കാരണം ഇവർ ദേഷ്യം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് ഒരു ദിവസം, ആഴ്ചയിലെ ഒരു ദിവസം ഈ എഴുതി വെച്ചതെല്ലാം വായിച്ച് നോക്കുക. ഓരോ കാര്യവും, ഒരു വ്യക്തി എന്താണ് നമ്മളോട് ചെയ്തതെന്നുള്ളതും എന്താണ് ദേഷ്യത്തിന് കാരണമെന്നും എഴുതി വെക്കുക. എന്നിട്ട് ഈ കാരണങ്ങൾ ഓരോന്ന് വായിച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് വേണേൽ വിട്ടുകളയാം എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടുകളഞ്ഞ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ 1-2 ഉണ്ടാവും. ഇവരോടുള്ള നമ്മുടെ ദേഷ്യം അല്ലെങ്കിൽ ഈ സിറ്റുവേഷനോടുള്ള നമ്മുടെ ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്, നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. അങ്ങനെ വേർത്തായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മുടെ ആങ്കർ നമ്മൾ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നായകനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ തത്വമാണ് സത്യത്തിൽ. സിനിമയിൽ ഇത് കാണുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 6 ദിവസം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും വെറുതെ ഇടിയും കൊണ്ടുകൊണ്ട് നിൽക്കുക എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ, നമുക്ക് സന്തോഷം വരുമ്പോൾ ഇതിനൊന്ന് എഴുതി വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡയറി എഴുതുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ എഴുതി വെക്കുക, അതിനെ ക്രോഡീകരിച്ച് നോക്കുക. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ അമിതമായി ആഹ്ലാദിക്കരുത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ സന്തോഷം കണ്ടെത്തണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം നമ്മൾ കരഞ്ഞത് ചിലപ്പോൾ 6 ദിവസം കഴിഞ്ഞ് അത് വായിച്ച് നോക്കുമ്പോൾ ആ മൊമെൻറ്റ് നമുക്ക് ഇന്ന് സന്തോഷിക്കാനുള്ളതായിരിക്കും. അങ്ങനെ സംഭവിച്ചല്ലോ, അത് നന്നായി എന്ന് തോന്നുന്നതായിരിക്കാം. അതുപോലെ ദേഷ്യം നമ്മളിപ്പോൾ പ്രകടിപ്പിക്കേണ്ട, എന്തിനാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജി നമ്മൾ ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് എക്സേർട്ട് ചെയ്ത് കളയുന്നത്? ഹോൾഡ് ചെയ്യുക, ആലോചിച്ചതിന് ശേഷം മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ദേഷ്യം വന്ന് ഇപ്പോൾ പ്രകടിപ്പിക്കുക. അതേ കാര്യം തന്നെ റിയൽ ലൈഫിലും പ്രതിഫലിക്കുന്നുണ്ട്. ബീഫ് ചാറ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ചാറിനകത്ത് കഷ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കത്തിക്കുത്ത് കേസ് വരെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് ആലോചിക്കുക. അയാൾ ഒഴിച്ചു വീണിട്ടില്ല, ഒന്നുകൂടി ചോദിച്ചു നോക്കുക. തരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ചാറല്ലേ ചോദിച്ചുള്ളൂ, ചാറല്ലേ കിട്ടിയുള്ളൂ, ഫൈൻ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കിതൊക്കെ വിട്ട് കളയാവുന്നതാണ്. കുറേ കാര്യങ്ങൾ നമ്മുടെ ദേഷ്യത്തിനെ, അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം ഡിസേർവ് ചെയ്യുന്നില്ലാത്ത നമ്മുടെ ദേഷ്യത്തിനെ നമ്മളൊരു നല്ല കാര്യമായിട്ട് കാണുകയാണെങ്കിൽ, കാര്യം ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് യഥാർത്ഥ ദേഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനൊരു ദേഷ്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു നല്ല ദേഷ്യത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ ദേഷ്യം ഡിസേർവ് ചെയ്യുന്നിടത്ത് മാത്രം അത് കാണിച്ചാൽ മതി. അതെനിക്കൊരു വൺ ടേക്ക് അവേ ആണ് ഈ സിനിമയിൽ നിന്ന്. അത്
എന്താ ലൈറ്റായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അതിനെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് കുറേം കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര തൃപ്തിയൊന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഒരു സന്തോഷമുണ്ട്, ഒരു രസമുണ്ട് പടം എന്ന് പറഞ്ഞ് കാണുന്ന അത്രയും ആളുകൾ കാണട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നൊരു സിനിമയാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഈ ഒരു മെസ്സേജ് അത് എത്ര പേർക്ക് അത്രയും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റിയാൽ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയാൽ അത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.